നമ്മളിങ്ങനെ കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാദയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂണ്. അത് ഇന്ന് രാത്രി കാണാനുള്ള ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് കമൻസ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ പേര് വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം, പക്ഷേ അത്രയും പേരിൽ കുറച്ച് പേരെങ്കിലും കൂടെ കൂടുതലായി സബ്സ്ക്രൈബ് ചെയ്താൽ അത്രയും നല്ല കാര്യം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിയില്ലാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഏറ്റവും നല്ല രസകരമായ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശാലിനി ഈ വീട്ടിൽ ഇത്ര നാൾ കയറാതെ ശാലിനി ഇത് വീണ്ടും ആദ്യമായി തന്നെ എന്താണ് സത്യഭാമയുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനായി ചേരുന്നതാണ്. അതിനകത്ത് ഒത്തിരി ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് സ്ട്രോങ് ആയ നിലപാടെടുക്കുന്ന വ്യക്തി ആരാന്നറിയോ? ശ്യാമയാണ്. ആരും പ്രതീക്ഷയില്ല. സത്യഭാമയുടെ മുന്നേ പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നതിന് പകരം സത്യഭാമ പറഞ്ഞതിന് എതിർവാക്ക് പറഞ്ഞ് തന്നെ ഇത്രയും ജനങ്ങളുടെ മുന്നിൽ സത്യഭാമയുടെ വായ അടപ്പിച്ചുകൊണ്ടാണ് തൻ്റെ കൂടപ്പിറപ്പിന് വേണ്ടി ഇത്രയും വലിയ സ്ട്രോങ് ആയ സ്റ്റാൻഡ് നമ്മൾ ശ്യാമ എടുക്കുന്നത്. അതാണ് ശ്യാമ ഇത്രയും നാളുകൾക്ക് ശേഷം ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യം തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം നമ്മുടെ രാഘവേട്ടൻ എന്താണ് പറയുന്നത്? ഭാമേ, ഇന്ന് ഇത്രയും നല്ല സന്തോഷമുള്ള ദിവസമായിട്ട് പോലും ശാലിനി മോൾ തേണ്ട അവിടെ മുറ്റത്ത് ഒറ്റയ്ക്ക് നിൽക്കുമല്ലേ, നീ അവളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്ക്. ഇനിയിപ്പോൾ അവളോട് ഇവിടെ കയറണമെന്ന് ആര് പറഞ്ഞു രാഘവേട്ട? ഞാൻ പറഞ്ഞോ? അവളടുത്ത് ഇവിടെ കയറണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവൾക്ക് വേണമെങ്കിൽ കയറാമല്ലോ. അവളല്ലേ അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടോ എന്നിട്ട് അവൾ അവിടെ തന്നെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ എന്താണ് അവളെ പോയി ആനയിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരാം? അങ്ങനെയല്ല ഭാമേ, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വരെ വന്ന ഒരു വ്യക്തിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുമെന്നുള്ള ആദ്യത്തെ മര്യാദ ഇല്ലേ, അത് നീ കാണിച്ചുകൂടെ എന്ന് പറയുമ്പോൾ അത്ര വലിയ ആദ്യത്തെ മര്യാദ കാണിക്കത്തക്ക വ്യക്തിയൊന്നും അല്ല. അതൊക്കെ അറിഞ്ഞും തൂക്കി വേണം കൊടുക്കാൻ. ആർക്ക് എന്ത് മര്യാദ? അവൾക്ക് ഇത്ര തന്നെ ധാരാളം. അവളുടെ മോളുടെ ബർത്ത്ഡേ ഇവിടെ എൻ്റെ വീട്ടിൽ ആഘോഷിക്കുന്നൊന്നും പോരെ, എൻ്റെ അപ്പത്തോട്ടേക്ക് ഇനി നീ അവളെയും കൂടെ പോയി ആനയിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ രോഹിത് പറയാം, അമ്മേ ഇന്നത്തെ ദിവസം ആരോട് വഴക്കില്ല എന്നവൾ പറഞ്ഞല്ലേ, പിന്നെന്താ നീ ഈ പറഞ്ഞ ഈ ഒറ്റൊരു കാരണം കൊണ്ടാണ് ഇത്രയും നേരം ഞാൻ സഹിച്ച് പിടിച്ചിരിക്കുന്നത്. ഇനി അപ്പുറത്തോട്ടേക്കൊന്നും എന്നോട് ആരും പറയാൻ വരല്ലേ. അവൾ രാഘവട്ടെ പറയാം, അങ്ങനെയല്ല ബാമേ, ഇന്ന് അവളുടെ കുഞ്ഞിൻ്റെയും കൂടെ ബർത്ത്ഡേ അല്ലേ ഇവിടെ വെച്ച് ആഘോഷിക്കുന്നത്. അതിന് അവൾ വേണ്ടേ? അവൾ വേണമെങ്കിൽ അവളെ കയറി വരണം. അല്ല, ഞാൻ പോയി അവളെ വിളിക്കാനൊന്നും നിൽക്കില്ല. അറുത്ത് മുറിച്ച് മാറ്റി കളഞ്ഞ ബന്ധമാണ് പലതും. അതൊന്നും ഇനി കൂട്ടിച്ചേർത്ത് വെക്കാൻ ആർക്കും പറ്റില്ല. അവളെ പോയി ഇനി ക്ഷണിക്കാൻ ആർക്കും പറ്റില്ല. അവൾക്ക് ഈ വീട്ടിൽ തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കും ശ്യാമ പ്രതികരിക്കുക, അതെന്താ സത്യാമ്മ അങ്ങനെ പറഞ്ഞ്? വിഷ്ണുവേട്ടൻ മറ്റൊരു പെണ്ണിൻ്റെ കഴുതി താലി കെട്ടിയ കൊണ്ടാണ് കുഞ്ഞേച്ചിയായിട്ട് സത്യാമ്മയ്ക്ക് ഒരു ബന്ധമില്ലെന്ന് പറയുന്നത്. വിഷ്ണുവേട്ടൻ കയറി ഒരു ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സത്യാമ്മയ്ക്കും എൻ്റെ കുഞ്ഞേച്ചിക്കും വിഷ്ണുവേട്ടൻ തമ്മിലുള്ള ബന്ധമൊക്കെ അവിടെ കൊണ്ട് അവസാനിക്കും. കാരണം ഒരു കടലാസി തീരാവുന്നേ ഉള്ളൂ ആ ബന്ധങ്ങളൊക്കെ. പക്ഷേ എനിക്കും എൻ്റെ കുഞ്ഞേച്ചിക്കും തമ്മിലുള്ള രക്തബന്ധം തീർത്ത് കളയാൻ സത്യാമ്മയ്ക്ക് പറ്റുമോ? ഏതെങ്കിലും കോടതിക്ക് പറ്റുമോ? എന്നിട്ട് ദൈവങ്ങൾക്ക് പോലും കഴിയത്തില്ല. രക്തബന്ധം, ഞങ്ങളുടെ രക്തബന്ധം അങ്ങനെയൊന്നും ഇല്ലാതാക്കാൻ പറ്റത്തില്ല. എന്തിന് സത്യാമ്മ ആ ബന്ധം വേണ്ടാന്ന് വയ്ക്കാൻ സത്യാമ്മയ്ക്ക് എന്ത് അവകാശം ഇരിക്കുന്നത്? വിഷ്ണുവേട്ടൻ പ്രീതിയേട്ടത്തെയും തമ്മിലുള്ള ബന്ധം വേണ്ടാന്ന് സത്യാമ്മയ്ക്ക് പറയാൻ പറ്റും? സത്യാമ്മയ്ക്ക് പറ്റത്തില്ല. സത്യാമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ആ ബന്ധം അതുപോലെ തന്നെ എന്താണ് നിലനിൽക്കും. ചോദിക്കുന്നുണ്ട്, അതിന് നിനക്ക് ഞാൻ എന്ത് കുറവോടെ വരുത്തിയത്? ശ്യാമേ, ഇല്ലാത്ത ബന്ധങ്ങളൊന്നും നീ എടുക്കാൻ വേണ്ടി നോക്കണം. നിന്റെ സഹോദര സ്നേഹമൊക്കെ നിന്റെ കയ്യിലിരുന്നാൽ മതി. നിന്റെ സഹോദര സ്നേഹം ഇങ്ങോട്ടേ കാണിച്ചുകൊണ്ട് വരേണ്ടെന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, കാണിക്കും സത്യാമ്മേ, സഹോദര സ്നേഹം ഞാൻ കാണിക്കുക. എൻ്റെ കൂടെ പറപ്പിനോടുള്ള സ്നേഹം ഞാൻ കാണിക്കുക. അത് കാണിക്കണമെന്ന് പറയാൻ സത്യാമ്മയ്ക്ക് ഒരു അവകാശമല്ല. ഇത്രയും നാളെ എന്നെ ഈ വീട്ടിൽ തത്തയെ പോലെയാണ് സത്യാമ്മ വളർത്തിക്കൊണ്ടിരുന്നത്. എൻ്റെ കുടുംബക്കാരായിട്ട് ഒരു ബന്ധമില്ല. എൻ്റെ കുഞ്ഞേച്ചിയായിട്ട് ഞാൻ ഒന്നും മിണ്ടിയിട്ട് പോലും, എന്തിനാ എൻ്റെ അമ്മയായിട്ട് പോലും ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല. ഇതെല്ലാം സത്യാമ്മയ്ക്ക് ഇഷ്ടക്കേട് വരും എന്ന് പറഞ്ഞിട്ടല്ലേ മിണ്ടാണ്ടൊക്കെ ഇരുന്നത്. അന്നേരമൊക്കെ ഞാൻ അനുസരിച്ചില്ല. എന്തിന്? എൻ്റെ കുഞ്ഞേച്ചി ഇവിടെ ഡിസ്ട്രിക്ട് കളക്ടറായിട്ട് വന്നിട്ട് പോലും സത്യാമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ലേ ഞാൻ എൻ്റെ കുഞ്ഞേച്ചിയുടെ ഒരു വാക്ക് പോലും പറയാതിരുന്നിട്ടുള്ളത്. സത്യാമ്മ ഒരു കാര്യം പറയട്ടെ, പിന്നെ പ്രീതിയേട്ടത്തേക്കൊക്കെ ഉള്ള ആ രക്തത്തിനേക്കാളും വളരെ കൂടുതൽ കട്ടിയുള്ള ചോരയാണ് സത്യാമ്മേ ശാരദാമ്മയുടെ മക്കളുടെ. കാരണം ഇല്ലായ്മയ്ക്കകത്തും ദാരിദ്ര്യത്തിനകത്തും എല്ലാം ഒരുമിച്ച് ഒന്നായി വളർന്നതിൻ്റെ ആ ചോരയ്ക്ക് ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും. അങ്ങനെയുള്ള എൻ്റെ കൂടപ്പിറപ്പാണ് ഇന്ന് എൻ്റെ വീട്ടിൻ്റെ ഉമ്മറത്ത് വന്ന് നിൽക്കുന്നത്. വിഷ്ണുവേട്ടൻ മറ്റൊരാളെ താലി കെട്ടിയതിൻ്റെ പേര് എനിക്ക് എൻ്റെ കുഞ്ഞേച്ചിയായിട്ടുള്ള ബന്ധമൊന്നും ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കുഞ്ഞേച്ചിയുടെ അനുഗ്രഹം എൻ്റെ കൊച്ചിന് വേണം. അതില്ലാതെ എനിക്ക് പറ്റില്ല. ഇനി ഇതിൻ്റെ പേര് സത്യാമ്മ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലും ശരി തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം. പക്ഷേ ഇന്ന ദിവസം എൻ്റെ കുഞ്ഞേച്ചി ഇവിടെ കേട്ടാതെ ഞാൻ വിടത്തില്ല സത്യാമ്മ എന്ന് പറയുമ്പം എല്ലാവരും വന്ന് ഗസ്റ്റൊക്കെ സത്യാമ്മയെ തന്നെ നോക്കിയോ. സത്യാമ്മയ്ക്ക് തിരിച്ച് പറയാൻ ഒരു അക്ഷരത്തിൻ്റെ വായില്ല. കാരണം എന്താ വെച്ചാൽ എൻ്റെ രക്തബന്ധം എന്തുമാത്രം എനിക്ക് പ്രാധാന്യം എന്ന് പറഞ്ഞ് സത്യാമ്മയെ ബോധിപ്പിച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ട്രോങ് സ്റ്റാൻഡ്, അതായത് നീ ഇവിടെ രക്തബന്ധത്തിൻ്റെ കാര്യമൊന്നും പറയണമെന്ന് പറയുമ്പോൾ പറയും സത്യാമ്മയെ, എൻ്റെ സ്നേഹം ഇവിടെ കാണിക്കും തന്നെ ശ്യാമ പറഞ്ഞ ഒരു സ്ട്രോങ് പോയിന്റ് ആരും പ്രതീക്ഷയില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് രോഹിത്തിന് സങ്കടമാണ്. കാരണം ഇത്രയും നാൾ എന്താണ്, ഇത്രയും നാളും സത്യഭാമ പറയുന്നതൊക്കെ കേട്ട് ഇത്രയും സങ്കടം മനസ്സിൽ ഒതുക്കി വെച്ചിട്ടും ശ്യാമ ഇന്നാണല്ലോ ഇത്രയും പ്രതികരിക്കുന്നതിന് രോഹിത്തിന് അതിനൊരു സങ്കടമുണ്ട്. പക്ഷേ നമ്മുടെ രാഘവേട്ടൻ അതങ്ങ് ശരിക്കും ഇഷ്ടപ്പെട്ട് ഇന്നാണ് യഥാർത്ഥത്തിൽ ശ്യാമയായത്. കാരണം ശ്യാമ തൻ്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടി എടുക്കേണ്ട സ്റ്റാൻഡ് എടുത്ത് ഇന്നാണ് സത്യഭാമയുടെ മുഖത്തടിച്ച പോലെ ഉത്തരം പറഞ്ഞത്. അതിനകത്ത് അത്ര വലിയ രീതിയിൽ സന്തോഷത്തിൽ നിൽക്കുന്നതാണ് രാഘവേട്ടൻ കാണിക്കുന്നത്. വിഷ്ണുവിനൊരു സമാധാനമായി. കാരണം ആരെങ്കിലും ഒരു സ്റ്റാൻഡ് എടുക്കണ്ടേ. അപ്പോഴത്തേക്ക് എന്താണ് ലാസ്റ്റ് ശ്യാമ പുറത്തിറങ്ങിപ്പോയി. ആരെയും മൈൻഡ് ചെയ്തില്ല. ശ്യാമ തന്നെ ഇറങ്ങിപ്പോയി കുഞ്ഞേച്ചി വിളിക്കുകയാണ്. കുഞ്ഞേച്ചി വാ എന്ന് വിളിക്കുമ്പോഴത്തേക്കും ഇത്ര സെൻറ്റിമെൻറ്റ്സും വികാരം ഇമോഷൻസ് ഒക്കെ നടക്കുന്നെങ്കിലും മേളത്തെ നിലയിൽ നടക്കുന്ന വലിയ കുതന്ത്രമാണ്. അത് മറ്റൊന്നിനല്ല,
ഇവിടെ ഇന്ന് ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഒരാളെ തട്ടിക്കളഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള മധുശ്രീയുടെ ആ ഒരു നിർബന്ധവും ആ നിർബന്ധത്തിന് കൂട്ടു നിൽക്കാൻ കാർത്തികിനെ പ്രേരിപ്പിക്കുന്ന മധുശ്രീയാണ്. അതായത് കേക്കിൻ്റെ അകത്ത് വിഷം കലർത്തി ഇന്നിവിടെ ഒരാൾ തട്ടണം, കേക്കിനകത്താകുമ്പോൾ ആരും അറിയത്തില്ല എന്ന് മധുശ്രീയുടെ സ്റ്റാൻഡൊക്കെ കേട്ട് നിൽക്കുന്നവരാണ്. താഴെ ശ്യാമ എന്നാണ് ശാലിനിയുടെ അടുത്ത് പോയി നിൽക്കുന്നത്. മേളിൽ നിന്ന് കാണുക. അപ്പോഴാണ് ശാലിനി ഇവിടെ വന്ന വിവരം പോലും ഈ രണ്ട് പൊട്ടികളും കൂടെ അറിയുന്നത്. കാരണം രാവിലെ വന്നപ്പം തൊട്ട് എന്താണ് ഗൂഢാലോചനയുടെ പൂരമല്ലായിരുന്നു. അതിനിടയ്ക്ക് ശാലിനി ശ്രദ്ധിക്കാനൊന്നും നേരം കിട്ടിയില്ല. രണ്ടെണ്ണം കൂടെ മേളിൽ നോക്കുമ്പോഴത്തേക്കും കാണുന്നത് ശാലിനിയും ശ്യാമയും കൂടെ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും മധുശ്രീ പറയും ശാലിനിയോ ഇവിടെയോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നേരെ ഈ കഥയും പറയുന്നത് ശാലിനിയോ ഇവളെന്താ ഇവിടെ വന്നിട്ട് രണ്ടുപേരും പരസ്പരം ശാലിനി തന്നെ നോക്കുമ്പോഴത്തേക്കും ശ്യാമ എന്താണ് ശാലിനിയുടെ കാലൊടിക്കുക. കുഞ്ഞേച്ചി അകത്തേക്ക് വാ കുഞ്ഞേച്ചി. അവിടെ എല്ലാവരും കുഞ്ഞേച്ചി അകത്തേക്ക് വിളിക്കുന്നത്. നീ എന്താ ശ്യാമ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്? അത് കുഞ്ഞേച്ചി വിളിക്കാൻ വേണ്ടി വന്നേ. കുഞ്ഞേച്ചി എന്താ വരാത്തത് അകത്തേക്ക്? ഞാൻ പറയുന്നത് മനസ്സിലാക്കുമോളെ, ഞാൻ വന്നാൽ ശരിയാവത്തില്ല. പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? നീ അകത്തേക്ക് ചെല്ലാൻ നോക്ക്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞേച്ചി വന്നേ പറ്റത്തുള്ളൂ. കുഞ്ഞേച്ചിയെ വിളിക്കാൻ എല്ലാവരും പറഞ്ഞല്ലോ, പിന്നെ എന്താ കുഞ്ഞേച്ചി വരാത്ത? കുഞ്ഞേച്ചി വാന്ന് വന്നിട്ട് നിർബന്ധമായിട്ട് എന്താണ് പറയുവാണ്, ഇന്ന് എൻ്റെ കുട്ടികളുടെ ബർത്ത്ഡേ ആണ്. കുഞ്ഞേച്ചി രണ്ട് കുട്ടികൾക്കും കുഞ്ഞേച്ചി അനുഗ്രഹം ഇന്ന് കൊടുത്തേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി കുഞ്ഞേച്ചി വരണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ശാലിനി വരാൻ ഒട്ടും തയ്യാറല്ല. ലാസ്റ്റ് ശാലിനിയുടെ കൈയും പിടിച്ച് വലിച്ചഴിച്ചുകൊണ്ട് വരുന്നതാണ് ഇവൾമാർ കാണുന്നത്. അപ്പോൾ ശാലിനി എന്തായാലും ഇവിടെ വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ മധുശ്രീയുടെ അടുത്ത പ്ലാനായി എന്തായാലും ശാലിനി ഇന്നത്തെ ദിവസം വന്ന വളരെ കാര്യമായി. കാരണം ഇന്നത്തെ ദിവസം ഈ കേക്കിനകത്തുള്ള ഈ മരുന്ന് കഴിച്ച് അടിച്ച് പോകാൻ നിൽക്കുന്ന ശാലിനി തന്നെ. ഇന്ന് അവളുടെ കാര്യം തീരുമാനമാണ്. അവൾ ഇന്ന് അടിച്ച് പോകുന്ന എനിക്ക് എൻ്റെ കൺകുളിരെ കണ്ടേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. കാരണം അതും കൂടെ ആകുമ്പോഴത്തേക്കും വിഷ്ണുവും ശാലിനിയും തമ്മിൽ അകറ്റുമ്പം ഇങ്ങനൊരു കാര്യം കൂടെ ശാലിനി ഈ ലോകത്ത് തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ രീതിക്കകത്ത് എന്താണ് നടക്കാനുള്ളത് അത് തന്നെ വേണം. അതുകൊണ്ട് നീ കേക്കിനകത്തുള്ള ഈ ഒരു ടാബ്ലറ്റ് കൊടുക്കേണ്ടത് ശാലിനിക്ക് തന്നെ കൊടുക്കണം. ഞാനോ എന്നെ കൊണ്ടെങ്കിലും പറ്റത്തില്ലാന്ന് ഇവിടെ എന്താണ് കാർത്തിക പറയുമ്പോഴത്തേക്ക് നീ ചെയ്യും കാർത്തികെ, നീ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എന്താണ് നിൻ്റെ ആ മറ്റേ അവനുണ്ടല്ലോ ഇപ്പോഴും അവൻ്റെ പേര് മറന്നുപോയി. അവൻ്റെ പേര് ജയശങ്കർ എന്നുള്ള പേര് മധുശ്രീ മറന്നതിൻ്റെ ആ ഒരു ത്രില്ലിൽ തന്നെയാണ് കാർത്തിക. നീ പറയുന്നൊന്നും ഞാൻ കേൾക്കത്തില്ല എന്ന മട്ടി നിൽക്കുമ്പോഴത്തേക്കും ശാലിനി അകത്തേക്ക് കയറുന്നതും പുറത്തേക്ക് എന്താണ് പോലീസ് ജീപ്പ് വരുന്നത് ഒരുമിച്ചാണ്. പോലീസ് ജീപ്പോ? ഇതെന്താ ഇവിടെ ഈ സമയത്ത് പോലീസ് ജീപ്പ് പറഞ്ഞ് ഈ രണ്ടെണ്ണം കൂടെ മേലിൽ നിന്ന് താഴേക്ക് പോലീസ് ജീപ്പിനെ നോക്കുന്നതും ശാലിനി അകത്തേക്ക് കയറുന്നതും രാഘവേട്ടൻ പറയും മോളെ അകത്തേക്ക് കയറി വാ, നീ എന്താടി അവിടെ തന്നെ നിന്ന്, നീ അകത്തേക്ക് കയറി വാടി എന്ന് പറഞ്ഞിട്ട് ശാലിനി അകത്തേക്ക് ക്ഷണിക്കുന്നതും ശാലിനി അകത്തേക്ക് വരും. അപ്പം ശാലിനി അകത്തേക്ക് വരുമ്പോഴത്തേക്കും രാഘവേട്ടനും അതുപോലെ തന്നെ വിഷ്ണുവിനും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. സത്യഭാമ എന്താണ് മുഖം തല താഴ്ത്തി തന്നെ വെച്ചിട്ട് കയറി വന്നെന്ന മട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. വിഷ്ണുവിന് ഹാപ്പിയായി. അപ്പോഴത്തേക്ക് എന്താണ് ഈ നമ്മുടെ പൊന്നിയെടുത്ത് ചോദിക്കുവാണ്, പൊന്നി ചേച്ചി എന്താണ് കുഞ്ഞുങ്ങളൊക്കെ എന്ത് ചെയ്യും? ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരും മോള് കൊടുത്ത ഡ്രസ്സില്ലേ പുതിയ ഡ്രസ്സ് ഇടാൻ വേണ്ടി പോയി. എന്നാൽ ഞാൻ അങ്ങോട്ടേക്കൊന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനി എന്താണ് അവർ ഡ്രസ്സ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ശാലിനി കയറിപ്പോ. അപ്പോഴത്തേക്കാണ് പോലീസിൻ്റെ വണ്ടി വരുന്നത്. ഇവൾമാർ മേളിൽ നിന്ന് കാണുമ്പോൾ ആ വണ്ടിയിൽ നിന്ന് ആ ജീപ്പിൽ നിന്ന് ആദ്യം ഇറങ്ങുന്നത് തന്നെ ജയശങ്കറാണ്. ജയശങ്കറോ എന്ന് പറഞ്ഞിട്ട് ഈ കാർത്തിക അറിയാത്തവൻ്റെ പേര് പറയുമ്പോഴത്തേ ജയശങ്കർ അത് തന്നെ അവൻ്റെ പേര്. അപ്പോൾ ഇവളും കൂടെ നോക്കുമ്പോഴത്തേക്കും ജയശങ്കർ ഞാൻ തേടിയ വള്ളി എൻ്റെ കാലിൽ തന്നെ ചുറ്റി. അപ്പോഴത്തേക്കും കാർത്തിക നീ എന്നെ കൂടെ നിന്ന് ചതിച്ചല്ലേ മധുശ്രീ, അല്ലാതെ പിന്നെ ജയശങ്കർ എങ്ങനെ ഈ വീട് തേടി ഇവിടെ തന്നെ ഇന്നത്തെ ദിവസം തന്നെ വരുന്നത്? അപ്പോൾ എന്നെ കൂടെ നിന്ന് നീ മനഃപൂർവ്വം ചതിച്ചതല്ലേ? ഞാൻ നിൻ്റെ ജയശങ്കറിനോടൊന്നും ഈ വീടും കാര്യമൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. പിന്നെ ഞാൻ നിന്നെ ചതിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇത് ദൈവം തന്നെ നിനക്ക് തന്നൊരു പാര. നീ എന്നെ ചതിക്കാൻ നോക്കിയില്ലേ, എന്നോട് പറഞ്ഞ വാക്ക് തെറ്റിക്കാൻ നോക്കിയില്ല. അതിന് ദൈവം നിനക്ക് സ്വന്തമായി തന്ന പണിയാണ്. നിനക്കുള്ളവൻ എത്തിക്കഴിഞ്ഞ് നിനക്കുള്ള പണി നീ തന്നെ മേടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മധുശ്രീ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിന്ന് എന്നിട്ട് കാർത്തിക് കാലൊഴിക്കുക. രക്ഷിക്കുകയൊക്കെ ചെയ്യാൻ എനിക്ക് ഇപ്പോഴും പറ്റും. അത് ഒരു മുള്ളെടുത്ത് കളയുന്ന ലാഘവത്തി, നിനക്ക് ഒരു കുഴപ്പമില്ലാതെ എനിക്ക് ഈ കാര്യം ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വല്ല നേട്ടം വേണ്ടേ? ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ തയ്യാറല്ലാത്ത നിനക്ക് ഞാനെതിനെ സഹായം ചെയ്തു തരണ്ടേ? അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. അപ്പോഴത്തേക്കും ലാസ്റ്റ് കാർത്തിക് പറയും ഞാൻ എന്ത് വേണം ചെയ്യാം, എന്തും ചെയ്യാൻ തയ്യാറാണോ? എന്തും ചെയ്യാം മധുശ്രീ പറയുന്നത് എന്തും ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അപ്പം കൊല്ലുന്നെങ്കിൽ കൊല്ലാം, തല്ലുന്നെങ്കിൽ തല, എന്ത് വേണം ചെയ്യാൻ ഞാൻ ചെയ്യാൻ തയ്യാറാന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് എന്താണ് മധുശ്രീ കൊടുക്കുന്ന ആ ടാബ്ലറ്റ് കൈ മേടിച്ച് വയ്ക്കുമ്പോഴത്തേക്കും മധുശ്രീ എന്താണ് എന്നാൽ ഞാൻ പോയി ഒന്ന് കാര്യങ്ങളൊക്കെ സെറ്റാക്കണേ താഴെ പോകണം. അപ്പം താഴെ ഈ മധുശ്രീ ഇറങ്ങി ചെല്ലുന്നതിന് മുന്നേ തന്നെ ഈ പോലീസുകാരെന്താണ് വന്നു കഴിഞ്ഞ് നേരെ എന്താണ് നിങ്ങളുടെ ചടങ്ങിനെ തടസ്സപ്പെടുത്താനൊന്നും വന്നതല്ല, ഞങ്ങൾ ഒരു കാര്യം അന്വേഷിച്ച് വന്നേ. ഇവിടെ എന്ത് അന്വേഷിച്ച്? അല്ല ഒരു പെണ്ണിൻ്റെ മിസ്സിങ് കേസ് അന്വേഷിച്ച് വന്നേ. അപ്പോൾ ഈ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് വന്നതായിട്ട് ഒരാൾ പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണിനെ ആരെങ്കിലും ഇവിടെ വീട്ടിൽ പരിചയമുണ്ടോന്ന് അറിയാൻ വേണ്ടി. അപ്പോഴത്തേക്ക് എന്താണ് ജയശങ്കർ കയ്യിൽ നിന്ന് ആ ഫോട്ടോ എടുത്തിട്ട് നേരെ സത്യഭാമയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുവാണ്. അപ്പോൾ പോലീസിൻ്റെ കൈ കൊടുത്തിട്ട് നേരെ പോലീസ് എന്താണ് സത്യഭാമയുടെ കൈ കൊടുക്കുമ്പോഴത്തേക്കും സത്യഭാമ നോക്കുന്നു. അതിനുശേഷം വിഷ്ണുവിൻ്റെ കൈ കൊടുക്കുന്നു. വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് നേരെ അടുത്തെന്താണ് രോഹിത്തിൻ്റെ കയ്യിലേക്ക് പോകുന്നു. രോഹിത്തിൻ്റെ കയ്യിൽ നിന്ന് അടുത്തെന്താണ് രാഘവേട്ടൻ്റെ കയ്യിലേക്ക് പോകുന്നു. അങ്ങനെ ഈ ഫോൺ എന്താണ് ജയശങ്കറിൻ്റെ ഫോൺ മാറിപ്പോയി തിരിച്ച് വീണ്ടും സത്യഭാമയുടെ കൈ എത്തുമ്പോഴത്തേക്കും ഇതിനകത്തൊന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരുടെ അടുത്ത് കാണിക്കുമ്പോഴത്തേക്കും ആ ഫോണിൻ്റെ സ്ക്രീൻ എന്താണ് ലോക്ക് മാറ്റിയിട്ടില്ല. അപ്പം ലോക്ക് മാറ്റാതെ തന്നെ കൊടുത്തുകൊണ്ട് ഫോൺ എന്താണ് അവളുടെ പടം ആരും ഇതുവരെ
കണ്ടില്ല. അപ്പോഴത്തേക്കും ഈ ഫോൺ അങ്ങോട്ടേക്ക് ഇങ്ങനെ കൈ മാറുന്ന കാണുമ്പോൾ തന്നെ മസ്രി അങ്ങ് പേടിച്ച് നിൽക്കുവാണ്. ഇന്നത്തോടെ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയി എന്നൊരു പേടി മസ്രിക്കുണ്ട്. അതുപോലെ മേളി എന്താണ് കമ്മന്ന് കടന്ന് നോക്കുക കാർത്തിക്, അയ്യോ എൻ്റെ കളത്തരൊക്കെ ഇന്ന് തന്നെ പൊളിഞ്ഞെന്ന് കാർത്തിക്കും പേടിയുണ്ട്. പക്ഷേ ഫോട്ടോ കണ്ടില്ല എന്നപ്പോൾ കാർത്തിക് ഒരു സമാധാനമായി. അപ്പോഴത്തേക്കും വീണ്ടും എന്താണ് ജയശങ്കർ അതിന് ലോക്ക് മാറ്റിയിട്ട് ഒന്ന് കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ആ ഫോൺ സത്യാമ്മയുടെ കയ്യിലേക്ക് എത്തുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുന്നേ തന്നെ മസ്രി ആ ഫോൺ അങ്ങ് നോക്കി. മസ്രി നീ എന്തോ ചെയ്തത് നിന്നെ സത്യാമ്മ വയ്ക്കുമ്പോൾ, അതല്ല സത്യാമ്മ, ഈ പെണ്ണിനെ ഞാൻ ഇന്ന് കണ്ടിട്ടുണ്ട്. മാഡം എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് ഈ പെണ്ണിനെ? അത് ഇന്ന് ഈ പെണ്ണിനാണെങ്കിലേ ഞാനത് ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് നിൽക്കുന്നത് കണ്ടായിരുന്നു. അപ്പം ഒത്തിരി നേരം കൊണ്ട് ബസ് കാത്ത് നിന്നിട്ട് കിട്ടാതായി. അപ്പം ആ വഴി വന്ന എൻ്റെ കാറിന് ഇവളെന്താ ലിഫ്റ്റ് കാണിച്ചപ്പോഴത്തേക്കും ഞാൻ ലിഫ്റ്റ് കൊടുത്തു. ആ ലിഫ്റ്റ് കൊടുത്തിട്ട് ഇവർക്ക് എന്താണ് സംസാരം കേട്ട് എനിക്ക് തോന്നി ആ കുട്ടിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊന്നും ഒരു പരിചയമില്ലാന്ന് തോന്നി. അങ്ങനെ എന്നോട് പറഞ്ഞ് ചാരുമൂട് പോകണമെന്ന്. അപ്പോൾ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ വിട്ടു. അവൾ പിന്നെ ചാരുമൂടിലേക്ക് പോയി കാണും, എനിക്ക് അതിനപ്പുറത്തോട്ടേക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ജയശങ്കർ പറയാം, മാഡത്തിന് ഓർമ്മയില്ലേ? അപ്പോഴത്തേക്കും തന്നെ എനിക്ക് കണ്ട ഓർമ്മയില്ലല്ലോ. അപ്പോഴത്തേക്കും ജയശങ്കറും ഇവളും തമ്മിൽ ആലോചിക്കുന്ന കാണിക്കണം. അതായത് ജയശങ്കർ വന്ന് ഇവളുടെ കാറിൻ്റെ മുന്നിൽ വീണ്, ഞാൻ മാഡത്തിൻ്റെ കാറിൻ്റെ മുന്നിൽ വന്ന് വീണ്ടുണ്ട്, എൻ്റെ ഫോണൊക്കെ പൊട്ടിയ മാഡത്തിന് ഓർമ്മയില്ല? അന്ന് തന്നെ ഞാൻ എന്താണ് ഈ പെണ്ണിൻ്റെ ഫോട്ടോ കാണിച്ചില്ല. എന്നിട്ട് മാഡത്തിന് എന്നെ എന്താ വിളിച്ച് പറയുന്നത്? എൻ്റെ ഫോൺ നമ്പർ മാഡത്തിൻ്റെ കയ്യിലില്ലേ? എന്നിട്ട് മാഡം എന്നെ വിളിച്ചു തന്നില്ല. അപ്പോഴത്തേക്കും പോലീസുകാർക്ക് ഇച്ചിരി ഡൗട്ട് അടിക്കുവാണ്. കാരണം മസ്രി ആരാന്ന് ഈ പോലീസുകാർക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പോഴത്തേക്കും മസ്രി പറയുകയാണ്, എടോ എനിക്ക് തൻ്റെ പേര് പോലും ഓർമ്മയില്ല, പിന്നെ എങ്ങനെ അന്ന് താൻ കാണിച്ച ഫോട്ടോ എനിക്ക് ഓർമ്മയില്ല. അപ്പം പോലീസ് ചോദിക്കുക, പിന്നെ മാഡത്തിന് അന്ന് ഓർമ്മ വരാത്തത് എങ്ങനെയാണ് ഇപ്പം മാഡത്തിന് ഓർമ്മ വന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, അതിപ്പോൾ ഞാൻ ഇപ്പോഴല്ലേ സാർ ആ പെണ്ണുമായിട്ട് സംസാരിച്ചെന്ന്, അതുകൊണ്ട് ഓർമ്മ വന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും പോലീസുകാർ ഈ മസ്രിയുടെ അടുത്ത് നിന്നിട്ട് പറയാം, മാഡത്തിന് എന്നെ ഓർമ്മയുണ്ട് എവിടെ വെച്ച് കണ്ടേന്നുള്ള കാര്യം. ഇപ്പം മസ്രി ചിന്തിക്കുന്നുണ്ട്, ആദ്യമായിട്ട് ഈ പോലീസുകാരനെ കാണുന്നത് ഇവൾ കുടിച്ച് ലക്കില്ലാതെ വന്നിട്ട് എന്താണ് പോലീസുകാർ ചീത്ത വിളിച്ച ഫസ്റ്റ് എപ്പിസോഡാണല്ലോ ഇവളുടെ ഫസ്റ്റ് എൻട്രി, അതാണ് ആദ്യം കാണിക്കുന്നത്. രണ്ടാമത് ഓർമ്മ വരുന്ന കാര്യം സുസ്മിതയുടെ പോലീസ് ചിറ്റപ്പൻ്റെ IPS തൊപ്പി എടുത്ത് തലയിൽ വെച്ചതാണ് അടുത്ത ഓർമ്മ വന്ന കാര്യം. അന്നേരം എന്താണ് ആ ലാസ്റ്റ് IPS തൊപ്പി നേരെ ചിറ്റപ്പൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് വലിച്ചു നിന്ന ആ ഒരു എപ്പിസോഡുണ്ടല്ലോ, അതായത് സുസ്മിത ജയിലിലേക്ക് പോകാൻ നിൽക്കുന്ന ആ ഒരു രംഗം, അതാണ് അടുത്ത ഓർമ്മ വരുന്നത്. അപ്പോഴത്തേക്കും പോലീസുകാരൻ പറയും, മാഡത്തിന് ഇപ്പം എന്നെ നന്നായിട്ട് ഓർമ്മ വന്ന് കാണുമല്ലോ, നമ്മൾ ഇതിന് മുന്നേ കണ്ട പല സാഹചര്യം എന്ന് പറയുന്നത് അത്ര ശരിയായ രീതിയിലല്ല. ഞാൻ എന്തായാലും ഒരു കാര്യം പ്രാർത്ഥിക്കാം, കൂട്ടുകാരിക്ക് കമ്പനി കൊടുക്കാൻ, അവിടെ ജയിലിലേക്ക് ഒറ്റയ്ക്കുള്ള കൂട്ടുകാരിക്ക് കമ്പനി കൊടുക്കാൻ ഇനി മാഡം കൂടെ അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ മസ്രി പറയുകയാണ്, അതിന് ഞാനിപ്പം പഴയതൊക്കെ വിട്ട് ഞാനിപ്പം നല്ല ആളായെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ആളായ മാഡത്തിന് കൊള്ളാൻ വന്നിട്ട് ഈ മസ്രിയും പോലീസ് തമ്മിൽ എന്താണ് ഒരു സീക്രറ്റായിട്ട് ഒരു കോൺവെർസേഷൻ നടക്കും. പക്ഷേ ഇത് സത്യഭാമ അത്ര കേൾക്കുന്നത്, മസ്രി എന്താണ് ചമ്മി നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ലാസ്റ്റ് എന്താണ് സത്യഭാമ എന്നാൽ എനിക്ക് ആ പെണ്ണിൻ്റെ ഫോട്ടോ ഒന്ന് കാണുമെന്ന് പറയുമ്പോഴത്തേക്കും ഈ ജയശങ്കറിൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ഫോൺ മേടിക്കുകയാണ്. അപ്പോഴത്തേക്കും ജയശങ്കർ തിരിച്ച് ആ ഫോൺ അങ്ങ് മേടിച്ചിട്ട് പറയുകയാണ്, അല്ല എനിക്കിപ്പം പോയേ പറ്റത്തുള്ളൂ, എനിക്ക് ചാരുമൂട് വേണം എന്ന് പറഞ്ഞിട്ട് പോലീസേയും കൊണ്ട് നേരെ ചാരുമൂട് പോകണം. പക്ഷേ അന്നേരം സത്യഭാമ ആ ഫോട്ടോ ഒന്നുകൂടെ കണ്ടിരുന്നെങ്കിൽ പാളിയാണ്. അപ്പം സത്യഭാമയുടെ കയ്യിലേക്ക് ഈ ഫോൺ പോകുമ്പോൾ തന്നെ മസ്രിക്ക് അങ്ങ് വെപ്രാളം, ഓ ഇത്തക്കയുടെ ഫോട്ടോ ആണെന്ന് ഇവർ കണ്ട ഇന്ന് ഇവരെന്നെ നിർത്തിപ്പൊരിക്കും, കാരണം ഞാൻ എന്തിനാ കാർത്തികയെ രക്ഷിക്കാൻ നിൽക്കുന്നുള്ള രീതിയിൽ എന്നോട് ചോദ്യം വരാതിരിക്കുക. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും ഞാൻ കാർത്തികയുടെ പിറകെ നിന്ന് കളിക്കാമെന്നുള്ള കാര്യമൊക്കെ ഇന്ന് പുറത്താകും. എല്ലാം കൂടെ ചെന്ന് പണിയാവുന്ന മസ്രി എന്താണ് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന ജയശങ്കർ എന്താണ് ഈ ഫോട്ടോ ഒന്നും കാണിക്കാൻ സമയമില്ല, എനിക്ക് ചാരുമൂട് പോകണം എന്നിട്ട് തിരിച്ചു വന്നത്. അപ്പോഴത്തേക്കാണ് മസ്രിക്ക് എന്താണ് ജീവശ്വാസം വീഴുന്നത്. അല്ലെങ്കിൽ ഇന്ന് സത്യഭാമ ഇവളെ എഗ് റോസ്റ്റ് അടിക്കുന്ന പോലെ അങ്ങ് റോസ്റ്റ് അടിക്കാനുള്ള ചാൻസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഈ മസ്രി ആശ്വാസത്തി വീണ്ടും തിരിച്ച് കയറിപ്പോയിട്ട് കാർത്തികയുടെ കയ്യിലേക്ക് ആ ടാബ്ലറ്റ് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് കേക്കിൻ്റെ അകത്ത് വെച്ച് എങ്ങനെയാലും ശാലിനിക്ക് തന്നെ കൊടുക്കണം, ഇന്നത്തോടെ അവളുടെ കഥ കഴിയണം എന്നൊക്കെ മേളിൽ എന്താണ് അടുത്ത ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായി പോവുക. അതായത് ഈ രംഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുള്ളൂ. അപ്പം മസ്രി അടുത്ത് കയറി പോകുന്നതിന് മുന്നേ തന്നെ സത്യഭാമയ്ക്ക് ഇത് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ആരടിയ പെണ്ണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് എനിക്ക് അറിയത്തില്ല സത്യഭാമ എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് ആകട്ടെ പറയാം, അത് കള സത്യഭാമ, ഇവിടെ ഓരോന്ന് ഇറങ്ങിക്കോളി, ഇങ്ങനെ സമയം കളയാൻ വേണ്ടി കുറേ അലവലാദികൾ എന്ന് പറഞ്ഞിട്ട് ഈ മസ്രിയെ കളിയാക്കുമ്പോഴത്തേക്കും മസ്രി എന്താണ് രക്ഷപ്പെട്ടൊന്നുമില്ല, തിരിച്ച് കാത്തിക്കോട്ട് പോയിട്ട് ഈ ടാബ്ലറ്റൊക്കെ കൊടുത്ത് ശാലിനിക്കുള്ള പണി കൊടുക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ ശാലിനി പോലീസ് വന്നത് ശാലിനി അറിഞ്ഞിട്ടില്ല, ഇവിടെ നടന്ന എപ്പിസോഡോ രംഗങ്ങളോ ആ ഫോട്ടോയോ ഒന്നും ശാലിനി അറിഞ്ഞില്ല. കാരണം ശാലിനി എന്താണ് കുട്ടികൾ ഡ്രസ്സ് മാറ്റുന്നത് നോക്കാൻ വേണ്ടി പോയതല്ലേ. അപ്പോൾ അപ്പോഴത്തേക്കും ശാലിനി അറിയാത്തതിനകത്ത് ഇവൾമാർക്കൊരു ഭാഗ്യം, തിരിച്ചെന്താണ് നേരെ ഈ ജയശങ്കരൻ പോലീസിൻ്റെ ടീമും പോകുന്നത് മേളിൽ നോക്കി നിന്ന് ആശ്വസിച്ച് ശാലിനി കൊല്ലാൻ തന്നെ തയ്യാറായി നിൽക്കുന്ന ഈ കാർത്തിയെ കാണിച്ചാണ് ഇനി കാണിക്കുന്ന എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അടുത്ത കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ അപ്പോൾ എല്ലാവരും കാണുമോ. വീഡിയോ കണ്ടതിന് ശേഷം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിൻ്റെ കമൻസ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.